വരൂ. പിള്ളേ അതിങ്ങെടുക്ക. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫ് ട്രിവാൻഡ്രം സിറ്റി. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. ഇത് എന്റെ കൈ കൊണ്ട് തന്നെ ആദ്യക്ക് തരണമെന്ന് വലിയ മോഹമായിരുന്നു. ആ മോഹം അതിമോഹമാണ് ഇന്നലെ. മോളുടെ കൈ ഐശ്വര്യമുള്ള കയ്യാ. അങ്ങ് വാങ്ങു മോനെ. മോൾ എത്ര നേരം കൊണ്ട് പിടിച്ചോണ്ട് നിൽക്കുന്നു? ഇതൊരു തുടക്കമല്ലേ. ഇനി മോക്കുള്ളതെല്ലാം മോന്റെയും മോന്റെതെല്ലാം മോളുടെയും, അല്ലേ മോളെ? പിള്ളപ്പോ. സർ, യെസ്. 1 minute. എന്താ? ആദ്യം സാർ ഈ കവർ തിരിച്ചു വാങ്ങണം. എന്തിനാർടി? എനിക്കിത് തരാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കല്ല, സാറിനാണ്. മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് സ്റ്റേറ്റ് പോലീസിന്റെ ഡയറക്ടർ ജനറലാണ്, അല്ലാതെ കണ്ണൻ മേനോന്റെ മകളുടെ ഓർഡറിയല്ല. ആ അധികാരം സുപ്പീരിയർ ഓഫീസേഴ്സിനോട് കാണിക്കണം. ഐ എം സോറി സാർ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. നമസ്കാരം. നമസ്കാരം. എന്താണ് ബഷീർ, എങ്ങനെയുണ്ട് മറ്റേ ഗ്രൂപ്പുകാരുടെ കുത്തുതിരിപ്പൊക്കെ? കുഴപ്പമൊന്നുമില്ല സാർ. എന്താണോ മൂസേ, എവിടെയാ നിങ്ങളുടെ കളക്ടർ? എന്റെ മോള്. അയ്യോ, മോളകത്തുണ്ട്. പിന്നെ എല്ലാവരെയും നാളെ കാണാം. എനിക്ക് അല്പം വീട്ടുകാരെ സംസാരിക്കാം. ആ, പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഇതുപോലുള്ള പുരുക്കുട്ടന്മാരെ ആ ബോർഡ്സിന് ആവശ്യം. അകത്തേക്ക് വരൂ. അകത്തോട്ട് ചെല്ലെന്ന് കോഴിക്കോട് നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു. ആദ്യം പിടിക്കേണ്ട നമ്മാനോട് പറ. സാൻഡ്രി ഓയിൽ കമ്പനിക്ക് പെർമിറ്റ് കിട്ടി. അതിനല്ല അച്ഛൻ വിളിച്ചത്. മോന്റെ ചോറുകൊണ്ട് ഗുരുവായൂർ കാരൊക്കെ വരുന്നുണ്ടെന്ന് അറിയാനാ. ഇന്നലെ വരുന്നുണ്ടെന്ന്. വരട്ടെ. കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിക്കാൻ വരികയായിരിക്കും അവള്. എല്ലാം ഞാനും അച്ഛനും അറിയുന്നുണ്ട്. പരീക്ഷകള് എന്നാടി അവൾ കമ്മ്യൂണിസ്റ്റ് ആയത്? ചേട്ടാ, എല്ലാരും വെയിറ്റ് ചെയ്യുന്നു. എന്തിനാ കളക്ടർ കാമുവിനെ വിളിച്ചിട്ട് സൽക്കരിക്കുന്നതാണ്? കളക്ടർ കാമുകനെ വിളിച്ചിട്ട് സൽക്കരിക്കുന്നുണ്ടെങ്കിലേ അതിന്റെ ഒഫീഷ്യൽ ബംഗ്ലാവില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയ കാര്യം ചേട്ടന്റെയും അച്ഛന്റെയും ജനസേവനം കണ്ട് കണ്ണ് പുളിച്ചിട്ടാ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയത്. എന്തായി കാണിക്കുന്നേ? രാമദേവ നയനാർ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൂടുതൽ ഇന്ദിര പറഞ്ഞു. ആദ്യമായിട്ട് തന്റെ മുഖം ഞാൻ കാണുന്നത് മുസൂറിയിൽ നിന്ന് ഇന്ദിര അയച്ചു തന്ന നിങ്ങളുടെ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണ്. അതിൽ ഒരു ചുവന്ന വൃത്തത്തിനുള്ളിൽ അവൾ തന്റെ തല അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. Shall we come to the point, sir? ഈ അക്ഷമയും അസഹ്യതയുമാണ് നിങ്ങളുടെ ആളുകളുടെ ബേസിക് സ്വഭാവം. ഒരുപാട് നാളുകൊണ്ട് ഞാൻ മറിച്ചും തിരിച്ചും ചിന്തിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നയനാരെ. എന്ത് യോഗ്യത തന്നെ കണ്ടിട്ടാണോ ഞാൻ തന്നെ എന്റെ മരുമോനാക്കേണ്ടത്? നിങ്ങളുടെ ബയോഡാറ്റ ഇന്നലെ പറഞ്ഞപ്പോ തോന്നിയ ഒരു ക്യൂരിയോസിറ്റി കണ്ണൂരും തലശ്ശേരിയിലും പയ്യന്നൂരും ഒക്കെ വെറുതെ ഒന്ന് അന്വേഷിപ്പിച്ചു. മോള് കണ്ടുപിടിച്ച ഭാവി വരന്റെ പിതൃത്വം താടി പോയതാണെന്ന് തന്നെ കൂട്ടിക്കോ. ഒന്ന് പതുക്കെ ആട്ടടോ ഉണ്ണിനായരെ. ഉണ്ണിനായരെന്നല്ലേ തന്റെ അച്ഛന്റെയും പേര്? അല്ലല്ലോ, ഉണ്ണി നയനാർ. ആ, നായനാർ. നായനാർ. അമ്മ ജാനകി. കണ്ണൂരിലെ സാധുബീഡി കമ്പനിയിൽ ബീഡി വെറുപ്പ്. പണ്ട് വീട്ടിൽ ഒരുപാട് സഖാക്കന്മാരെ ഒളിച്ചു താമസിപ്പിച്ചിട്ടുണ്ട് അല്ലേ? മതിയടോ. ആക്സിഡന്റിന് ശേഷം മുതുകിൽ ഇടയ്ക്കിടെ ചെറിയൊരു വേദന വരും. തളരുമ്പോ താങ്ങാൻ എനിക്ക് എന്റെ മോനും മോളും ഉണ്ടല്ലോ എന്നതാ ഒരു ആശ്വാസം. ഇടയ്ക്ക് വെച്ച് ഞാൻ വീണാൽ എന്റെ വഴി നടന്നു തീർക്കേണ്ടത് അവരാ. അതാണ് എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹമേ നടക്കൂ. നാഴി അരിക്ക് വകയില്ലാത്ത സഖാവ് ഉണ്ണിനയനാരുടെയും ബീഡിത്തൊഴിലാളിയായ സഖാവ് ജാനകിയുടെയും മകൻ വെറുമൊരു IPS കാരന്റെ അടുക്കള ഭരിക്കാൻ അവളെ പറഞ്ഞു വിടണമെങ്കിൽ ഞാൻ അവളുടെ അച്ഛനല്ലായിരിക്കണം. അതാണ് എന്റെ യോഗ്യത കുറവെങ്കിൽ ഞാൻ ഇന്ദിരയിൽ കാണുന്ന ഏറ്റവും വലിയ കുറവ് അവൾ അങ്ങയുടെ മകളായി പോയി എന്നുള്ളതാ. ഇനി ഇന്ദിര എനിക്ക് വേണമെങ്കിൽ അതിന് നിങ്ങളുടെ ദയ ആവശ്യമില്ല. എന്നെ വേണമെന്ന് അവൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ അവൾ എന്റെ കൂടെ ഇറങ്ങി വരും. നായനാരുടെ നാവിന്റെ മൂർച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ആവേശവും ധൈര്യവും കളയരുത്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ആവേശവും ധൈര്യവും ചോരയിൽ ചേർന്ന അത് കളഞ്ഞു പോവില്ല സർ. വെരി ഗുഡ്. നമുക്ക് ഇനിയും കാണേണ്ടി വരും മിസ്റ്റർ നയനാർ. തീർച്ചയായും കാണാം സർ. കഴിഞ്ഞില്ലടോ സാറന്മാരുടെ തീറ്റയും കൂടിയൊക്കെ. ഐ എം രാമദേവൻ നയനാർ. അതിന് ഞാനെന്ത് വേണം? തന്നെ തൊഴണോ? എന്നെ ഒന്ന് കമ്മീഷണറുടെ വീട്ടിലെത്തിച്ചാൽ കൊള്ളാം. പോലീസ് എസ്കോട്ട് ഉണ്ടെങ്കിൽ തന്നെ ബെൻസ് ഉള്ളൂ അല്ലേ സർ? തനിക്ക് എന്ത് വേണോ? യവന്മാർക്കൊക്കെ എസ്കോട്ട് പോകാനുള്ള അല്ല പോലീസ് ജീപ്പ്. സർ, വെളുക്കോളം വെള്ളം കോരിയിട്ട് കല ഉടക്കില്ല. ഉടഞ്ഞ എനിക്ക് പുല്ല. മാതിയായിട്ട് തോട്ടിപ്പണി. ഞാനേ കാഞ്ഞിരപ്പള്ളി അച്ചായന
10 റബ്ബർ വെട്ടിയെ കിട്ടും 4 എറിഞ്ഞ എണ്ണാനുള്ളത്. സേവിയർ ഇടിക്കുള മിടുക്കൻ, ഈ വീര്യം കളയരുത്. ഞാൻ രാമദേവൻ നായനാർ IPS. ഈ സിറ്റിയുടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിട്ട് എനിക്ക് ഇപ്പോ ഒരു തൊട്ടിൽ കെട്ടി തന്നിട്ടേ ഉള്ളൂ. സോറി സർ. ഇറ്റ്സ് ഓക്കെ. എനിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വീട്ടിലേക്കൊന്ന് പോകണം. അതിന് കമ്മീഷണർമാരെ ഇപ്പൊ വീട്ടിൽ കാണില്ല സർ. പിന്നെ എവിടെ കാണും? പാറമടയിൽ. പാറമടയില്ല? അതെ, തിരുവൽപ്പാട് കൊലക്കേസ് കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കല്ലേ. നീയല്ലേ? ഞങ്ങൾക്ക് ബോംബുണ്ടാക്കാൻ അറിയില്ല. പാറ പൊട്ടിക്കുന്ന മരുന്നുണ്ട്. ബോംബുണ്ടാക്കാൻ പറ്റില്ല സാറേ. നിനക്കെന്നെ പരാതി ഞാൻ കേസ് തെളിയിക്കില്ലെന്നും റൂട്ട് മാറ്റി വിടുകയാണെന്നൊക്കെ. അതൊന്നും നേരിൽ കാണിച്ചു തരാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇവരാരുമല്ല എന്റെ ഭർത്താവിനെ കൊന്നത്, പിന്നെ നീയാണോ? കെട്ടിയവൻ ചത്ത് പുലവിളി കഴിഞ്ഞില്ല, അതിനുമ്പ് കേസെന്നും പറഞ്ഞ് നടക്കുന്നു ഒരു ശീലാവതി. തനിക്കെന്താ ഇവിടെ കാര്യം? ഇയാളാരാ? ഞാൻ പുതിയ ACP രാമദേവൻ നായനാർ. ജോയിൻ ചെയ്യാൻ വന്നത്. ഏതോ കൊലക്കേസ് കമ്മീഷണർ നേരിട്ട് അന്വേഷിക്കുകയാണെന്നും അടുത്തൊന്നും ഫ്രീ ആവില്ലെന്നും സേവിയർ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. ഒന്നും അറിയാത്ത പാവങ്ങളെ തല്ലി ചതക്കുകയാണ് ഇവർ. ആരോടുള്ള പക തീർക്കുകയാണ്. എവിടെ തന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ? സോറി മാഡം, ഇത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. ഇതിൽ മനുഷ്യ രക്തം പുരളരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. താൻ എന്നെ പരിഹസിക്കുകയാണോ? സെർട്ടൻലി നോട്ട്. ഞാൻ നാളെ രാവിലെ മാഡത്തിന് ഓഫീസിൽ വന്ന് കണ്ട് ജോയിൻ ചെയ്തോളാം. നല്ല ഐശ്വര്യമുള്ള ആളാ, വന്ന് കയറിയത് വെളിച്ചോ കൊണ്ടാ. Red salute, present, on. Bharat, march. Come on. Follow me. ഇതാണോ നിന്റെയൊക്കെ ജനസേവനം? റാസ്കൽ. കേൾക്കാനുണ്ടല്ലോ. നടക്കണങ്ങോട്ട്. കോഴിക്കോട് ഹൈദ്രോസ് ഊട്ടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്. തിരുവനന്തപുരത്തെത്തിയാൽ താമസം സാമാജിക മന്ദിരത്തിൽ. സംസ്ഥാനത്തിന്റെ ദുഃഖസ്ഥിതി കണ്ട് ഹൃദയം പൊട്ടുമ്പോ തെരുവയ്യന്മാരെ മുറിയിൽ കയറ്റി എരിയില്ലാത്ത കോഴി ബിരിയാണിയും എരുമപ്പാലും വാങ്ങിക്കൊടുത്ത് സങ്കടം ഒഴുക്കിക്കളയുന്ന ദേശഭക്തൻ. തന്റെ തൊപ്പിനെ തെറിപ്പിക്കും. അതിനു മുമ്പ് നിന്റെ കഴുക്കോല് ഞാൻ ഒടിക്കോടാ പന്ന. തന്റെ 8 കാശിന്റെ പുഴുങ്ങിയ കാക്കയുടെ വിലയല്ലടോ ഞങ്ങൾ ഈ കഥറിനുള്ളത്. ശ്രീമതി മറിയം തോമസ്, തിരുവിതാംകൂറിന്റെ പൊന്നോമന പുത്രി. ശ്രീമാൻ തോമസ് കോളേജിൽ കുട്ടികൾക്ക് ജനറ്റിക്കൽ സയൻസിൽ തിയറി ക്ലാസ് എടുക്കുമ്പോ ഭാര്യ നാട്ടുകാർക്ക് പ്രാക്ടിക്കൽ ക്ലാസ് എടുത്ത് നടക്കുക. മിസ്റ്റർ ആർഡി, റിലീസ് ഹിം ഇമ്മീഡിയറ്റ്ലി. വൈ? നോ ക്വസ്റ്റ്യൻസ്, ഒബേ മീ. ഇവറ്റകളെ അറസ്റ്റ് ചെയ്തപ്പോ ആർക്കാ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായെന്ന് എനിക്കൊന്ന് It's അറിഞ്ഞാൽ. none of your business, Mr. Assistant Commissioner. പുത്തൻ ഉടുപ്പ് കിട്ടിയ കുട്ടിയുടെ ആവേശമാണ് തനിക്ക്. ആ ആവേശം എന്നോട് കാണിക്കണ്ട. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ആവേശത്തിന്റെ അളവും തൂക്കം എടുക്കാനല്ല മാഡത്തിന് IPS തന്നിവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ വിശ്വാസം. IPS ഉത്തരവാദിത്വമൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങളെക്കാൾ 3 വർഷം മുൻപ്
ഹൈദരാബാദ് IPS ക്യാമ്പ് കണ്ടവളാണ് ഞാൻ. കേരള പോലീസിലും ആ 3 വർഷം മൂപ്പ് എനിക്കുണ്ട്. ഡൂസും ഡുനോട്ട്സും എനിക്കറിയാം. ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ. 3 വർഷത്തെ മൂപ്പ് പറഞ്ഞ് എന്നെ മൂലയിലിരുത്താമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ കസ്റ്റഡിയിലെടുത്തവരെ പരസ്യമായി എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് എന്തിന് വിട്ടയക്കുന്നു എന്ന് എനിക്കറിയണം. ആൻഡ് ഐ ഹാവ് ദ റൈറ്റ് ടു നോ ദാറ്റ്. യു നോ ദാറ്റ്. ഇമ്മോറൽ ട്രാഫിക്കിന് നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ഇവരൊന്നും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അല്ല. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരും ഭാരവാഹികളും വനിതാ മെമ്പർമാരുമാണിവർ. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിന്റെ ചർച്ചയിലായിരുന്നു ഇവർ. അതിനാണ് അവർ സാമാജിക മന്ദിരത്തിൽ ഒത്തുചേർന്നത്. വായിച്ചു നോക്കണം ACP. ഇവർ ആരാണെന്നും എന്തൊക്കെയാണെന്നും തെളിയിക്കാനുള്ള സോളിഡ് പ്രൂഫ്. Is it enough for you? ഈ നാറികളെ രക്ഷിക്കാൻ വേണ്ടി ആർക്കോ വേണ്ടി ചമച്ചുണ്ടാക്കിയ ഈ പ്രൂഫിന് പിന്നിൽ പ്രവർത്തിച്ച് മാഡത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ബ്രെയിന്റെ അളവും തൂക്കവും എടുക്കലല്ല എന്റെ ജോലി. മൈൻഡ് ഇറ്റ്. കൊടി പിടിച്ചും ചുവരെഴുതിയും മുദ്രാവാക്യവും വിളിച്ചു നടന്ന പണ്ടത്തെ സ്വഭാവം വെച്ച് ആദർശധീരന്റെ ഇമേജ് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അത് നടക്കില്ല. അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയിട്ട് 48 മണിക്കൂറല്ലേ ആയുള്ളൂ. സ്മാർട്ട് ആകാനും നാട് നന്നാക്കാനും ഇനിയുണ്ടല്ലോ സമയം. തൽക്കാലം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഞാനാണ്, താനല്ല. ഇറക്കി വിടവരെ. ഇറക്കി വിടുവോ അവരെ?